എനിക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ആഹാ ഹല്ലേലൂയ ആഹാ ഹല്ലേലൂയ ആഹാ ഹല്ലേലൂയ ആഹാ ഹല്ലേലൂയ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ആഹാ ഹല്ലേലൂയ
ലേലുയാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ദൈവപിതാവേ, എന്നുടെ താതൻ നീ, ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുന്നിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുന്നിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആഹാഹാലേലുയാ, 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 ആഹാഹാലേലുയാ. സകല മഹത്വവും ബഹുമാനവും സ്തുതിയും സ്തോത്രവും ആരാധനയും സർവശക്തനായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. എല്ലാ മഹത്വവും സ്തുതിയും സ്തോത്രവും സർവശക്തനായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. കൊളോസ്യ ലേഖനമാണ് നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. 1-ാം അധ്യായം നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. 2-ാം അധ്യായത്തിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത്. 2-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഒരു നീണ്ട വാചകമാണ്, അതുകൊണ്ട് നമ്മൾ ഭാഗമായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. 1-ാം വാക്യം നമ്മൾ ധ്യാനിച്ചു. 2-ാം വാക്യം കൊളോസ്യ 2:2. That their hearts may be encouraged, having been knit together in love, and attaining to all the wealth that comes from the full assurance of understanding, resulting in a true knowledge of God's mystery, that is Christ himself. ഒറ്റ വായനയ്ക്ക് തന്നെ നമുക്കെല്ലാ കാര്യങ്ങളും, ഇതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരികയില്ല. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വാക്യങ്ങൾ പലതവണ വായിക്കുന്നത്. പലതവണ വായിക്കുമ്പോൾ കുറച്ചെങ്കിലും അർത്ഥം നമ്മുടെ ഉള്ളിൽ ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. കൊളോസ്യ ലേഖനം 2:2 മറ്റൊരു പരിഭാഷയിൽ ഇങ്ങനെയാണ്: സ്നേഹത്താൽ പരസ്പര ബന്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ
ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. കേവലം സുവിശേഷം അറിയിച്ചു പോവുകയല്ല, അവരെ ക്രിസ്തു ശിഷ്യരാക്കുകയാണ്. ക്രിസ്തുവിൽ അവർ പക്വത പ്രാപിക്കണം. പ്രതിസന്ധികളിൽ, പ്രലോഭനങ്ങളിൽ വീണുപോകരുത്. പേഴ്സിക്യൂഷൻസ് ഉണ്ട്, സ്ഥിരതയോടെ ഉറച്ചു നിൽക്കണം. മാത്രമല്ല ദുരുപദേശങ്ങളുണ്ട്, അവയ്ക്ക് അല്പം പോലും ഇടം കൊടുക്കാൻ പാടില്ല. ക്രിസ്തുവിൽ ആഴത്തിൽ വേരൂന്നി ഉറച്ചവരായി ഇവർ നിൽക്കണം. അതിനുവേണ്ടി ഇവരെ പ്രബോധിപ്പിക്കുന്നു, ഇവരെ പഠിപ്പിക്കുന്നു, ഇവർക്ക് തർജ്ജനം നൽകുന്നു. തന്നിൽ വ്യാപരിക്കുന്ന ശക്തിയോടെ ദൈവം കൊടുത്തിരിക്കുന്ന ദൈവാത്മശക്തിക്ക് അനുസൃതമായി ഈ ലക്ഷ്യത്തിന് വേണ്ടി വിശ്വാസികളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുവാൻ വേണ്ടി പൗലോസ് കഠിന പരിശ്രമം നടത്തുകയാണ്. 2-ാം വാക്യത്തിൽ തുടക്കം എങ്ങനെയാണ്? സ്നേഹത്താൽ പരസ്പര ബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾ. ഇംഗ്ലീഷിലാണെങ്കിൽ ദാറ്റ് ദെയർ ഹാർട്ട്സ് മേ ബി എൻകറേജ്ഡ്. അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം, അഥവാ ദാറ്റ് ദെയർ ഹാർട്ട്സ് മേ ബി എൻകറേജ്ഡ്. ഈ വിശ്വാസികൾ പല പരിശോധനകളും വെല്ലുവിളികളും അവർ സ്വീകരിച്ച വിശ്വാസ നിമിത്തം നേരിടുന്നവരാണ്. ഇവർ ഒരിക്കലും മനസ്സുമടുക്കാൻ പാടില്ല. ദെയർ ഹാർട്ട്സ് മേ ബി എൻകറേജ്ഡ്. അവരുടെ ഹൃദയം പ്രോത്സാഹം, അവരുടെ ഹൃദയം എൻകറേജ്മെൻറ്റ് പ്രാപിക്കണം. നല്ല ഉണർവുള്ള ഹൃദയം. ഇവരുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണ്? മറ്റു മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണ്? കൊളോസ്യ ലേഖനം 1:27 പറയുന്നത്, ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. ഇവരുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തു വിശ്വാസത്താൽ വസിക്കുന്നുണ്ട്. ഇനി ഇവരുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇവരുടെ ഹൃദയത്തിൽ ജീവൻ്റെ വചനങ്ങൾ, ഈ ക്രിസ്തുവിൻ്റെ വചനങ്ങളും ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിലെ മറ്റു മനുഷ്യരെ പോലെ ഇവർ തൊട്ടാവാടികളാകരുത്. Their hearts may be encouraged. ഇതെങ്ങനെ സാധിക്കും? ചില കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഈ ഹൃദയം എൻകറേജ്മെൻറ്റ് പ്രാപിക്കുന്നത്. സ്നേഹത്താൽ പരസ്പര ബന്ധം. അതിന് ഇംഗ്ലീഷിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഹാവിങ് ബീൻ നിറ്റ് ടുഗദർ ഇൻ ലവ്. സ്നേഹത്താൽ പരസ്പര ബദ്ധമാണെങ്കിൽ, നിറ്റ് ടുഗദർ, KNIT. അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസിയും ചർച്ചിൽ ഹൃദയം വാടിയിരിക്കേണ്ട കാര്യമില്ല. ഒരു ചർച്ചിൽ എല്ലാ സഹോദരന്മാരും പരസ്പരം സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടവരാണെങ്കിൽ, എല്ലാവരിലും അഗാപ്പെ ഉണ്ടെങ്കിൽ, ദൈവസ്നേഹം ഉണ്ടെങ്കിൽ, ഒരു വിശ്വാസി അഥവാ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ മറ്റ് സഹോദരന്മാർ അവൻ്റെ ഹൃദയത്തെ എൻകറേജ് ചെയ്യും. പ്രബോധനം കൊണ്ടും നല്ല ജീവിത മാതൃക കൊണ്ടും സഹായിക്കേണ്ട സ്ഥാനത്ത് സഹായിച്ചും അവനെ എൻകറേജ് ചെയ്യും. ഹാവിങ് ബീൻ നിറ്റ് ടുഗദർ. മാത്രമല്ല ഇവരുടെ ഹൃദയം ഉണർവ് പ്രാപിക്കണമെങ്കിൽ സ്നേഹത്താൽ പരസ്പര ബദ്ധമായ, ഒന്നാമത് അതാണ്, സ്നേഹത്താൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുക. സ്നേഹത്താൽ പരസ്പര ബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും. കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യം അവർക്കുണ്ടാകണം. 2-3 കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് വിശ്വാസിയുടെ ഹൃദയത്തിന് എൻകറേജ്മെൻറ്റ് പ്രാപിക്കാൻ സാധിക്കുന്നത്. ഒന്ന്, വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹബന്ധം. അടുത്തതായി സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും. ക്രിസ്തു ആരാണ്? അവിടുത്തെ മഹത്വം എന്താണ്? ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യം, അത് മഹാസമ്പത്താണ്. അതെല്ലാം ഇവർക്കുണ്ടെങ്കിൽ ഇവരുടെ ഹൃദയം എൻകറേജ്മെൻറ്റ് പ്രാപിക്കും. That their hearts may be encouraged. ഇനി നമുക്കൊരു ഡ്യൂട്ടിയുണ്ട്. ചർച്ചിലെ ഏതെങ്കിലും ഒരു സഹോദരൻ
ഒരു സഹോദരി ഹൃദയത്തിൽ ഒരു എൻകറേജ്മെൻറ്റും ഇല്ലാതെ ഹൃദയം വാടിയ നിലയിലാണെങ്കിൽ മുഖം നോക്കിയാൽ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സഹോദരൻ എന്തോ പ്രശ്നത്തിലൂടെ വലിയ ഹൃദയവേദനയിലൂടെയാണല്ലോ പോകുന്നത്. 1 തെസ്സലോണി 3:2 വായിക്കുന്നു. 1 തെസ്സലോണി 3:2. നിങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ തരാനുമായി ഞങ്ങളുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു. തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളുടെ അടുത്തേക്ക് പൗലോസ് തിമോത്തിയോസിനെ അയക്കുന്നു. എന്തിനാണ്? നിങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ തരാനുമായി. ആരും ക്ഷീണിക്കരുത്. അവരെ ശക്തിപ്പെടുത്തുന്ന ദൈവവചനത്തിൽ നിന്നുള്ള പ്രബോധനം അവർക്ക് ആവശ്യമാണ്. 2 തെസ്സലോണി 2:17. 2 തെസ്സലോണി 2:17. എല്ലാ സൽപ്രവൃത്തികളിലും സദ്വചനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. തളർന്നിരിക്കുന്നവർ ശക്തി പ്രാപിക്കണം. ഹൃദയം ക്ഷീണിച്ചിരിക്കുന്നവർ ബലം പ്രാപിക്കണം. എഫേസ്യർ 6:22. ഇതിനു വേണ്ടി തന്നെയാണ് അവനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത്, ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനു വേണ്ടി. ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുക അതൊരു മിനിസ്ട്രിയാണ്. പുറമേ സുവിശേഷം പറഞ്ഞാൽ മാത്രം പോരാ. ചർച്ചിനകത്ത് തന്നെ ഹൃദയത്തിന് ആശ്വാസം കിട്ടാത്ത എത്രയോ സഹോദരന്മാർ സഹോദരിമാരുണ്ട്. കുടുംബജീവിതത്തിൽ വലിയ പരാജയം, രോഗം, മറ്റു പല പ്രലോഭനങ്ങളോടുള്ള പോരാട്ടം, പല രീതിയിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്ന സഹോദരിമാരെ നാം പോകുന്ന ചർച്ചിൽ തന്നെ കാണാൻ കഴിയും. എന്നാൽ അവരുടെ ഹൃദയത്തെ എൻകറേജ് ചെയ്യണം, അവരുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കേണ്ട ഒരു കടമ എനിക്കുണ്ട്. അങ്ങനെ ഒരു ബോധ്യം വാസ്തവത്തിൽ നമുക്കുണ്ടോ? അത് അവൻ്റെ പ്രശ്നമല്ലേ, ആ സഹോദരിയുടെ പ്രശ്നമല്ലേ. എനിക്കതിലൊന്നും ഇടപെടാൻ സമയമില്ല. ഒന്ന് ഫോൺ വിളിച്ച് ആശ്വാസവാക്ക് പറയാൻ പോലും എനിക്ക് സമയമില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മിൽ നിന്ന് ലഭിക്കേണ്ട ആശ്വാസം എങ്ങനെ അവർക്ക് സ്വീകരിക്കാൻ പറ്റും? എഫേസ്യർ 6:22. ഇതിനു വേണ്ടി തന്നെയാണ് അവനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത്, ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി. നാം ധ്യാനിക്കുന്നത് കൊളോസ്യ ലേഖനമാണ്. ആ കൊളോസ്യ ലേഖനം 4:8. കൊളോസ്യ 4:8. അതിനു വേണ്ടി തന്നെയാണ് അവനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയച്ചത്, അതായത് ഞങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനു വേണ്ടി. ഇതൊരു മിനിസ്ട്രിയാണ്. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുന്നതിന് വേണ്ടിയാണ് അവനെ അയച്ചത്. ക്ഷീണിച്ചിരിക്കുന്ന ഹൃദയം, ആകെ വേദന കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സഹോദരന് എൻകറേജ്മെൻറ്റ് നൽകുക, അതിനു വേണ്ടി തന്നെയാണ് അവനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചത്. ഹൃദയം ക്ഷീണിച്ചിരിക്കുന്നവനെ ഒന്നുകൂടി മുറിവേൽപ്പിക്കാനല്ല, വിശുദ്ധന്മാരുടെ ഹൃദയത്തെ തണുപ്പിക്കുക, അതൊരു ശുശ്രൂഷയാണ്. അതിനു വേണ്ടി തന്നെയാണ് അവനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയച്ചത്. അനാവശ്യമായ വിമർശനങ്ങൾ പറഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന സഹോദരിമാരെ ഒന്നുകൂടി ക്ഷീണിപ്പിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ അതല്ല വിശുദ്ധന്മാരുടെ ചർച്ചിലെ ശുശ്രൂഷ. അതായത് ഞങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനു വേണ്ടി. നാം ധ്യാനിക്കുന്നത് കൊളോസ്യ ലേഖനം 2-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗമാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദാറ്റ് ദെയർ ഹാർട്ട്സ് മേ ബി എൻകറേജ്ഡ്. നിങ്ങൾക്ക് ധാരാളം പണവും വസ്തുവകളും കിട്ടട്ടെ, അതിനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ അല്ല. എങ്ങനെ ക്രിസ്തുവിനെ ഉപയോഗിച്ച് പണമുണ്ടാക്കാം, എങ്ങനെ സകലത്തിലും സമൃദ്ധി ഉണ്ടാക്കാം, അതിനായി വിശ്വാസികൾ ഉത്തേജിപ്പിക്കുന്ന ഒരു കാപഢ്യം നിറഞ്ഞ പ്രസംഗമല്ല. പിന്നെയോ that their hearts may be encouraged. ഫിലമോൻ എഴുതിയ ലേഖനത്തിലും അക്കാര്യം കാണാം. ഫിലമോൻ 1:6. ക്രിസ്തുവിലുള്ള ഐക്യം മൂലം സകല നന്മകളെയും കുറിച്ച് നമുക്ക് ലഭിക്കുന്ന അറിവ് ആഴമേറിയതാക്കാൻ വിശ്വാസത്തിലുള്ള നിന്റെ ഭാഗഭാഗിത്വം സഹായകമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദര, നിന്റെ സ്നേഹത്തിൽ നിന്നും
വളരെയേറെ ആശ്വാസവും സന്തോഷവും എനിക്ക് ലഭിച്ചു. എന്തെന്നാൽ നീ വഴി വിശുദ്ധർ ഉന്മേഷഭരിതരായി. അഥവാ വിശുദ്ധരുടെ ഹൃദയത്തെ തണുപ്പിച്ചു. ചൂടുപിടിച്ച അസ്വസ്ഥമായ ഹൃദയങ്ങളെ ഈ സഹോദരൻ തണുപ്പിക്കുകയാണ്. സഹോദരാ, നിന്റെ സ്നേഹത്തിൽ നിന്നും വളരെയേറെ ആശ്വാസവും സന്തോഷവും എനിക്ക് ലഭിച്ചു. എന്തിനാണ് സഭയിൽ സഹോദരന്മാരും സഹോദരിമാരും വെറുതെ കേവലം ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അങ്ങനെ പൊള്ളയായ ചില അഭിസംബോധന വാക്കുകൾ മാത്രം പറയാൻ വേണ്ടിയാണോ? ശരിക്കും സഹോദരന്മാരാണ്. സഹോദരനാണെങ്കിൽ മറ്റൊരു സഹോദരനെ ആശ്വസിപ്പിക്കില്ലേ? ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളല്ലേ? ഒരേ സ്വർഗത്തിലേക്ക് പോകാനിരിക്കുന്നവരാണല്ലോ. ഒരേ ആത്മാവിനെ പ്രാപിച്ചവരാണ്, ഒരേ വചനം കേൾക്കുന്നവരാണ്, ഒരേ സ്നാനം സ്വീകരിച്ചവരാണ്. അങ്ങനെയാണെങ്കിൽ മറ്റു സഹോദരന്മാരെ സഹോദരിമാരുടെ ഹൃദയം തണുപ്പിക്കേണ്ട, എൻകറേജ് ചെയ്യേണ്ട ആവശ്യം നമുക്കെല്ലാവർക്കുമുണ്ട്. ഫിലമോൻ 1:7 സഹോദര, നിന്റെ സ്നേഹത്തിൽ നിന്നും വളരെയേറെ ആശ്വാസവും സന്തോഷവും എനിക്ക് ലഭിച്ചു. എന്തെന്നാൽ നീ വഴി വിശുദ്ധർ ഉന്മേഷഭരിതരായി. നീ വഴി വിശുദ്ധർ ഉന്മേഷഭരിതരായി. കൊളോസ്യർ 2:2 സിസ്റ്റർ വായിക്കാം. ബോബിന സിസ്റ്റർ, കൊളോസ്യർ 2:2 നാം ധ്യാനിക്കുന്ന വാക്യം. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണ സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. കൊളോസ്യർ 2:2 സ്നേഹത്താൽ പരസ്പര ബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും. ഈ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം ഇങ്ങനെയാണ്: ഹാവിങ് ബീൻ നിറ്റ് ടുഗദർ ഇൻ ലവ്. ഈ വാക്യത്തിൻ്റെ ഒന്നാം ഭാഗം നമ്മൾ ധ്യാനിച്ചു. അത് ഇതാണ്: ദാറ്റ് ദെയർ ഹാർട്ട്സ് മേ ബി എൻകറേജ്ഡ്. അവരുടെ ഹൃദയം എൻകറേജ്ഡ് ആകണം. മറ്റു സഹോദരന്മാരാണ് ആ വർക്ക് ചെയ്യേണ്ടത്. അടുത്തതായി ഹാവിങ് ബീൻ നിറ്റ് ടുഗദർ ഇൻ ലവ്. സ്നേഹത്താൽ എല്ലാ വിശ്വാസികളുടെ ഹൃദയങ്ങളും പരസ്പര ബന്ധിതമാകണം. ചർച്ചിലെ ഒരു സഹോദരനെയും ഈ സ്നേഹച്ചങ്ങലയിൽ നിന്ന് അകറ്റി നിർത്താൻ പാടില്ല. കാരണം സഭ എന്നുള്ളത് ഒരു യൂണിറ്റാണ്. അവിടെ പരിശുദ്ധാത്മ പ്രവർത്തനം നടക്കുവാൻ, ദൈവാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ആരാധനയിലും സമ്മേളനങ്ങളിലൊക്കെ ഉണ്ടാകുവാൻ ആരെയും ഒഴിവാക്കരുത്, അവഗണിക്കരുത്. ഹാവിങ് ബീൻ നിറ്റ് ടുഗദർ ഇൻ ലവ്. സ്നേഹമില്ലെങ്കിൽ ബാക്കി എന്തെല്ലാം ഉണ്ടായിട്ടും, അന്യഭാഷ ഉണ്ടായാൽ പോലും എന്ത് പ്രയോജനം? 1 കൊരിന്ത്യർ 13:1 തൊട്ട് ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. യോഹന്നാൻ എഴുതിയ ലേഖനം 4:18 സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. യോഹന്നാൻ 13:35 വായിക്കാം സിസ്റ്റർ. യോഹന്നാൻ 13:35 നമുക്കറിയാവുന്ന വാക്യങ്ങളായതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. യോഹന്നാൻ 13:35 നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. യോഹന്നാൻ 13:35 നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. നിങ്ങളെല്ലാവരും ധനാഢ്യരായി വലിയ വാഹനങ്ങളും വീടും വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി ലോകക്കാർ അറിയും. അങ്ങനെയല്ല ക്രിസ്തു പറഞ്ഞത്. നിങ്ങൾക്ക്, ക്രിസ്തുവിനെ അനുസരിക്കുന്ന ക്രിസ്തു ശിഷ്യർക്ക്, ദൈവസഭയിലെ വിശ്വാസികൾക്ക്, രക്ഷിക്കപ്പെട്ടവരായ നമുക്കിടയിൽ വേണ്ട അതിപ്രധാനമായൊരു കാര്യം, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ
അതായത് ഇതൊരു വ്യവസ്ഥയാണ്. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമില്ലെങ്കിലോ? നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. എന്നാൽ നമുക്ക് പരസ്പരം സ്നേഹമില്ല എങ്കിലോ? ആളുകൾ പറയും അവർ IPCക്കാരാണ്, അവർ അസംബ്ലീസ് ഓഫ് ഗോഡാണ്, അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇങ്ങനെയാണ് ആളുകൾ നമ്മെക്കുറിച്ച് പറയുക. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ഇനി അന്ത്യകാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? സ്നേഹം തണുത്തു പോകും, അധർമ്മം പെരുകും. ലോകക്കാർക്കിടയിൽ സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്രമങ്ങളും അനീതികളും കൊലപാതകങ്ങളും സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ മറ്റുള്ളവരെ കൊല്ലുന്നൊരു കാലം. എന്നാൽ ദൈവസഭയിൽ ഈ ട്രെൻഡ് പാടില്ല. വക്രതയും വഴിപഴച്ചതുമായ ഈ തലമുറയിൽ സ്നേഹം കുറഞ്ഞു കുറഞ്ഞ് തണുത്ത് പോവുകയാണ്. ക്രൂരത വർദ്ധിക്കുകയാണ്. അസൂയ, പരസ്പരം വിശ്വാസമില്ല, വിമർശനങ്ങൾ, എന്തും ഏതും ചെയ്യുവാൻ മടിക്കാത്ത ഒരു ലോകം. പക്ഷേ ലോകത്തിൻ്റെ ആ പ്രവണത ഒരിക്കലും ചർച്ചിലേക്ക് വരാൻ പാടില്ല. ചർച്ചിലുള്ളവർ യേശുവിനെ ഹൃദയത്തിൽ വഹിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ലോകക്കാർ കേൾക്കാത്ത വിലയേറിയ ദൈവത്തിൻ്റെ വചനങ്ങളാണ് ചർച്ചിലുള്ളവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതയായ സ്നേഹക്കുറവ് ദൈവസഭയ്ക്കകത്ത് ഒരിക്കലും പാടില്ല. സ്നേഹത്താൽ പരസ്പര ബന്ധിതമാകണം. പൗലോസ് ഇവരോട് പറയുന്നത് ഹാവിങ് ബീൻ നിറ്റ് ടുഗദർ ഇൻ ലവ്. ഈ സ്നേഹബന്ധം ഒരിക്കലും പിരിക്കാൻ പറ്റില്ല, വേർപ്പെടുത്താൻ പറ്റില്ല. സഹോദര സ്നേഹം ചർച്ചിലെ മത്തായി 24:11 തൊട്ട് നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. അത് ലോകജാതികൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾക്കിടയിലാണെങ്കിൽ ഫിലിപ്പിയ ലേഖനം പറയുന്നത് സ്നേഹം, നിങ്ങൾക്കിടയിലുള്ള സ്നേഹം ഉത്തരോത്തരം വർദ്ധിക്കുമാറാകട്ടെ. നാളുകൾ കഴിയും തോറും ദൈവമക്കൾക്കിടയിലുള്ള സ്നേഹം, കർത്താവിൻ്റെ വരവ് അടുക്കും തോറും തമ്മിലുള്ള സ്നേഹം, ധാരണ, വിശ്വാസം, സഹകരണം ഇത് വർദ്ധിക്കണം, കുറയാൻ പാടില്ല. എന്നാൽ പുറമേ അങ്ങനെയല്ല, സ്നേഹം തണുത്തുകൊണ്ടിരിക്കുകയാണ്. 2 തിമോത്തി 3:1 തൊട്ട് 2 തിമോത്തി 3:1 തൊട്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. ഇത്തരം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. ലോകത്തിൽ ഇതാണ് നമ്മൾ കാണുന്നത്. ദൈവസഭയ്ക്കകത്താണ് യഥാർത്ഥ ദൈവസ്നേഹം, സഹോദര സ്നേഹം കാണേണ്ടത്. അതുകൊണ്ട് പൗലോസ് ഇവിടെ പറയുന്നത് that their hearts may be encouraged, having been knit together in love. ഇനി സിസ്റ്റർ എഫേസ്യ 4:2 തൊട്ട് 3 വരെ വായിക്കാം. എഫേസ്യ 4:2 തൊട്ട് 3 വരെ. എഫേസ്യർ 4:2-3 സൗമ്യതയോടെ ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം കൊടുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ പാർപ്പാൻ ശ്രമിക്കുകയും ചെയ്യുക. എഫേസ്യ ലേഖനം 4:2 തൊട്ട് 3 വരെ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. സ്നേഹം, ചർച്ചിനകത്തുള്ള സഹോദര സ്നേഹബന്ധം, അതിലൊരു വിള്ളൽ ഉണ്ടാകാൻ പാടില്ല. വിള്ളൽ ഉണ്ടായാൽ സാത്താൻ കയറിക്കൂടും.
പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവിനോട് ഒരിക്കൽ ഒരു നിയമജ്ഞൻ ചോദിച്ചു, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? മത്തായി 22-ൻ്റെ 36 തൊട്ട്, ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? അവൻ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രഥമവുമായ കൽപ്പന. നിന്നെ പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇത് എങ്ങനെ സാധിക്കും? സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് സ്നേഹിക്കാൻ പറ്റുമോ? നമ്മളെ പല രീതിയിൽ ഉപദ്രവിച്ച, നമുക്ക് പല രീതിയിൽ ഇടർച്ച തന്ന വ്യക്തികളെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? ഈ വിശ്വാസികളുടെ പ്രത്യേകത എന്താണ്? ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഉള്ളിൽ ഇരിക്കുന്ന ക്രിസ്തുവാണ് ഇവർക്ക് ഈ പരസ്പരം സ്നേഹിക്കാനുള്ള കഴിവ് കൊടുക്കുന്നത്. ഇവരുടെ ഉള്ളിൽ ജീവൻ്റെ വചനമുണ്ട്, ഇവർക്ക് വചനപരിജ്ഞാനമുണ്ട്. അതുകൊണ്ട് ഇവർക്ക് വൈരാഗ്യം, ശത്രുത, ഇതെല്ലാം പിശാചിൻ്റെ സംഭാവനകളാണെന്ന് അറിയാം. അതുകൊണ്ട് പൗലോസ് ഇവരെ പ്രബോധിപ്പിക്കുകയാണ്. വീണ്ടും ഈ കൊളോസ്യ ലേഖനം 3:14 നമ്മൾ ധ്യാനിക്കുന്നത് കൊളോസ്യ 2-ാം അധ്യായം 2-ാം വാക്യമാണ്. ഇതേ കൊളോസ്യ ലേഖനത്തിൽ തന്നെ 3-ാം അധ്യായം 14-ാം വാക്യം, സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ, ഇത് അഭ്യസിക്കുവിൻ. ഇവരിൽ പലരും പണ്ട് യേശു ആരാണ്, അവിടുത്തെ സ്നേഹം എന്താണ് അറിഞ്ഞിരുന്നില്ല, രക്ഷിക്കപ്പെടാത്തവരായിരുന്നു. അന്ന് വഴക്കും വൈരാഗ്യവും വിദ്വേഷവും ഈ സ്നേഹത്താൽ പരസ്പരം ബന്ധിക്കപ്പെട്ട അവസ്ഥ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ദൈവസഭയിലേക്ക് വന്നു, സ്നാനപ്പെട്ടു, ക്രിസ്തു ഇവരുടെ ഉള്ളിൽ വസിക്കുന്നു. ഇനി ഇവർ എന്താണ് ചെയ്യേണ്ടത്? കൊളോസ്യർ 3:14, സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. സ്നേഹത്താൽ ബന്ധിക്കപ്പെടുന്ന അവസ്ഥ. ആ സഹോദരനെ ഒന്ന് ആശ്വസിപ്പിച്ചേ പറ്റൂ. ആ സഹോദരനെ ഈ പ്രതിസന്ധിയിൽ ഒന്ന് കൈത്താങ്ങൽ നൽകിയേ പറ്റൂ. അത് നൽകുന്നത് വരെ എൻ്റെ ഹൃദയ അസ്വസ്ഥത കൊണ്ട് നിറയുകയാണ്. കാരണം ഒരു ബന്ധനമാണ് ഇത്. പിശാചിൻ്റെ ബന്ധനമല്ല, സ്നേഹത്താലുള്ള ബന്ധനം. പിന്നെ ആ സഹോദരന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ എൻ്റെ ഹൃദയത്തിന് ഒരു സ്വസ്ഥത ലഭിക്കുകയുള്ളൂ. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം. എന്ത് സ്നേഹമാണ്? ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കും. ഇവിടെ 2:2 പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഹാവിങ് ബീൻ നിറ്റ് ടുഗദർ ഇൻ ലവ്. അതും ബന്ധിക്കുക, നിറ്റ് ടുഗദർ ഒരേ അർത്ഥം തന്നെയാണ്. ഹാവിങ് ബീൻ നിറ്റ് ടുഗദർ ഇൻ ലവ്. നാം ധ്യാനിക്കുന്നത് കൊളോസ്യർ 2:2 ദാറ്റ് ദെയർ ഹാർട്ട്സ് മേ ബി എൻകറേജ്ഡ് ഹാവിങ് ബീൻ നിറ്റ് ടുഗദർ ഇൻ ലവ്. ഇനി അടുത്തതായി ഈ വാക്യത്തിൽ പറയുന്നത് and attaining to all the wealth that comes from the full assurance of understanding. And attaining to all the wealth that comes from the full assurance of understanding. പൗലോസ് ഈ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിശ്വാസികൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം, അതിൽ നിറയേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള, അവിടുത്തെ വചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, അതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ടായാൽ അങ്ങനെ ഉളവാകുന്നൊരു സമ്പത്ത്, ഭൗതിക സമ്പത്തിനെ കുറിച്ചല്ല ഇവിടെ പൗലോസ് പറയുന്നത്,
പിന്നെയോ ആൻഡ് അറ്റൈനിങ് ടു ഓൾ ദ വെൽത്ത്. ഇതൊരു സമ്പത്താണ്. സാധാരണ മനുഷ്യർ പണം സമ്പാദിക്കാൻ ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു. ഇത് അങ്ങനെയൊന്നും ലഭിക്കാത്ത ഒരു സമ്പത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സമ്പത്ത് ലഭിക്കുന്നത്? ആൻഡ് അറ്റൈനിങ് ടു ഓൾ ദ വെൽത്ത് ദാറ്റ് കംസ് ഫ്രം ദ ഫുൾ അഷുറൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ദൈവപരിജ്ഞാനത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്താൽ ഉളവാകുന്ന സമ്പത്ത്. കൊളോസ്യർ 2:2 മലയാളത്തിൽ വായിക്കുന്നു, സ്നേഹത്താൽ പരസ്പര ബന്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും. സുനിശ്ചിതമായ ബോധ്യം നൽകുന്ന ഒരു പൂർണ്ണ സമ്പത്ത്. യേശു ആരാണ്? അവിടുത്തെ മഹത്വം എന്താണ്? മനസ്സിലാക്കണം. അത് 1-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ മഹത്വം പൗലോസ് വിവരിച്ചിട്ടുണ്ട്. യേശുവിലാണ് സകല ജ്ഞാനവും നിക്ഷിപ്തമായിരിക്കുന്നത്. ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിശ്വാസിയായ എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന ആത്മീയ പദവികൾ. ഞാൻ ദൈവ പൈതലാണ്, എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്, എൻ്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു. ഇങ്ങനെയുള്ള ആ പരിജ്ഞാനത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യം കിട്ടുമ്പോൾ ഒരു വിശ്വാസിയിൽ ഉളവാകുന്നതാണ് ഈ പൂർണ്ണ സമ്പത്ത്. ഈ സമ്പത്താണ് നമ്മൾ നേടേണ്ടത്. ഇത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം, ആ പരിജ്ഞാനത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം, അത് ഉളവാക്കുന്ന ഒരു സമ്പത്ത്. സ്നേഹത്താൽ പരസ്പര ബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും. ആൻഡ് അറ്റൈനിങ് ടു ഓൾ ദ വെൽത്ത് ദാറ്റ് കംസ് ഫ്രം ദ ഫുൾ അഷുറൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇവർക്ക് ചില കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. എന്തിനെക്കുറിച്ചൊക്കെ ബോധ്യമുണ്ടാകണമെന്ന് 1-ാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൊളോസ്യർ 1:27 ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതീയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. ആ ബോധ്യം എപ്പോഴും ഒരു വിശ്വാസിക്ക് വേണം. ആ ബോധ്യം തന്നെ ഒരു വലിയ സമ്പത്താണ്. പലർക്കും ഈ ബോധ്യമില്ലാതെ മുന്നോട്ട് പോകുന്ന വിശ്വാസികളുമുണ്ട്. വിശ്വാസികളാണ്, സ്നാനപ്പെട്ടു, പക്ഷേ വചനത്തെക്കുറിച്ച് ബോധ്യമില്ല, വചന പരിജ്ഞാനമില്ല. അപ്പോൾ ലോകജാതികളെ പോലെ നിരാശപ്പെട്ട് കഴിയേണ്ട അവസ്ഥ ഉണ്ടാകും. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് ആൻഡ് അറ്റൈനിങ് ടു ഓൾ ദ വെൽത്ത് ദാറ്റ് കംസ് ഫ്രം ദ ഫുൾ അഷുറൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഭൗതിക സമ്പത്തിനെ കുറിച്ചല്ല പൗലോസ് ഈ ലേഖനത്തിൽ പറയുന്നത്. കാരണം കൊളോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത്, നാം ധ്യാനിക്കുന്നത് കൊളോസ്യ ലേഖനമാണല്ലോ. അവിടെ പറയുന്നത് നിങ്ങൾ ഭൂമിയിലുള്ളതല്ല അന്വേഷിക്കേണ്ടത്, ഉയരത്തിലുള്ളത്. ഈ ലോകത്തിലെ മനുഷ്യർ പണത്തിൻ്റെ, വസ്തുക്കളുടെ പദവി, സ്ഥാനമാനം, ഭൂമിയിലെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഉയരത്തിലെ കാര്യം അന്വേഷിക്കുവാനാണ്. ഈ ഭൗതിക സമ്പത്ത് വർദ്ധിച്ചാൽ വലിയ അപകടം വരാനിരിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞത് എന്താണ്? മർക്കോസ് 4-ാം അധ്യായം 18 തൊട്ട്, മർക്കോസ് 4:18 തൊട്ട്, മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടത് മറ്റു ചിലരാണ്. അവർ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സിൻ്റെ ഉള്ളിൽ പിശാച് പ്രവേശിച്ച് സാധുക്കളായ വിശ്വാസികളിൽ അഥവാ നല്ല വചനമെന്ന വിത്തുണ്ടെങ്കിൽ അതിനെ മോഷ്ടിക്കുവാനായി ഇത്തരത്തിലുള്ള ആശയങ്ങൾ അവർ കുത്തിവെക്കാറുണ്ട്. നാം വായിച്ചു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും. ധനത്തിന് ഒരു ആകർഷണമുണ്ട്. അതുകൊണ്ടാണല്ലോ രക്ഷിക്കപ്പെടാത്തവർ പണത്തിൻ്റെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും. അത് രണ്ടും ഒരുമിച്ച് പോകുന്നു. ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി. ഈ 3 കാര്യങ്ങളും കടന്നുകൂടിയാൽ എന്താണ് സംഭവിക്കുക? ലൗകിക വ്യഗ്രത,
ധനത്തിൻ്റെ ആകർഷണം, വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും, ഈ 3 കാര്യങ്ങൾ അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. പല വിശ്വാസികളും പണ്ട് ഞെരുക്കത്തിലായിരുന്നു. പിന്നീട് അവർക്ക് വിശാലത കൈവന്നു. എന്ത് വിശാലത? ധാരാളം പണം കൈവന്നു. ഇപ്പോൾ ആത്മീയത പോയി. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ഇപ്പോൾ വചനത്തോട് തന്നെ താല്പര്യമില്ല. എന്താണ് കാരണം? അവരുടെ ഉള്ളിൽ നേരത്തെ ഉണ്ടായിരുന്ന വചനത്തെ ഈ 3 കാര്യങ്ങൾ ഞെരുക്കി ഫലശൂന്യമാവുകയും ചെയ്തു. എന്നാൽ വിശ്വാസികൾക്ക് ലഭിക്കേണ്ട ഒരു പൂർണ്ണമായ സമ്പത്തിനെക്കുറിച്ചാണ് ഇവിടെ കൊളോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. ആൻഡ് അറ്റൈനിങ് ടു ഓൾ ദ വെൽത്ത് ദാറ്റ് കംസ് ഫ്രം ദ ഫുൾ അഷുറൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും. 1 പത്രോസ് 1:4-5 1 പത്രോസ് 1:4-5 വായിക്കുന്നു. 1 പത്രോസ് 1:4-5 അവിടുന്ന് തൻ്റെ കാരുണ്യതിരേകത്താൽ യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തുസൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഒരു വിശ്വാസിക്ക് സ്വർഗത്തിൽ നിക്ഷേപം ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിച്ച് വെക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, അറിവ്, അതൊരു പക്ഷേ എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകും. കാരണം സ്നാനപ്പെടുന്നത് എന്താണ്? അത് മനസ്സിലാക്കിയിട്ടാണല്ലോ സ്നാനപ്പെടുന്നത്. എന്താണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹൃദയം കർത്താവിന് കൊടുക്കുന്നത്. എന്നാൽ ചർച്ചിലെ എല്ലാ വിശ്വാസികളും യേശുക്രിസ്തുവിനെക്കുറിച്ച് പൂർണ്ണ പരിജ്ഞാനമുള്ളവരല്ല. അതിന് വചനം നന്നായി ഗ്രഹിക്കണം. പക്ഷേ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായി പരിജ്ഞാനം ലഭിച്ചില്ല എങ്കിലും അവർ വിശ്വാസികൾ തന്നെയാണ്, രക്ഷിക്കപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന അവസ്ഥ അവർക്ക് സ്വന്തമാക്കാൻ കഴിയുന്നില്ല. അവർ വിശ്വാസികൾ തന്നെയാണ്. അതായത് ആൻഡ് അറ്റൈനിങ് ടു ഓൾ ദ വെൽത്ത് ദാറ്റ് കംസ് ഫ്രം ദ ഫുൾ അഷുറൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. വിശ്വാസിയാണ്, യേശുവിനെക്കുറിച്ച് അറിയാൻ പരിജ്ഞാനമുണ്ട്. പക്ഷേ ആദ്യ പാഠങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ ക്രിസ്തുവിൽ പക്വത പ്രാപിക്കുന്നു, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കുന്നു. അപ്പോഴാണ് സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്ത് സ്വന്തമാക്കാൻ കഴിയുന്നത്. യോഹന്നാൻ 17:1 തൊട്ട് വായിക്കുന്നു. യോഹന്നാൻ 17:1 തൊട്ട് ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവന് അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അവിടുന്ന് പിതാവായ ദൈവം അവന്, യേശുവിന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന്. ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് നിത്യജീവനുണ്ട്. എന്നാൽ വീണ്ടും വചനത്തിൽ വളരുകയും ക്രിസ്തുവിനോടുകൂടെ നടക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തെക്കുറിച്ച് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്കുണ്ടാകുന്നത്. അവിടുന്ന് നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ പദവികളെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുന്നത്. ആ പൂർണ്ണ ബോധ്യത്തിൽ നിന്നുളവാകുന്ന ഒരു സമ്പത്ത്, അത് കൊളോസ്യ സഭയിലെ വിശ്വാസികൾക്ക് ഉണ്ടാകണം. നാം ആരാധിക്കുവാനായി പോകുന്ന ചർച്ചിലെ വിശ്വാസികൾക്ക് ഇപ്രകാരം ഒരു പൂർണ്ണ സമ്പത്തിൻ്റെ ഉടമകളായി അവർ മാറണം. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇപ്പോഴെങ്കിലും അങ്ങനെ ഒരു ബോധ്യം ഞാൻ ആരാധിക്കുവാൻ കൂടി വരുന്ന സഭയിലെ എല്ലാ വിശ്വാസികൾക്കും ഈ പറഞ്ഞ കാര്യം കർത്താവേ നൽകണമേ. അതെന്താണ്? സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും. ആൻഡ് അറ്റൈനിങ് ടു ഓൾ ദ വെൽത്ത് ദാറ്റ് കംസ് ഫ്രം ദ ഫുൾ അഷുറൻസ് ഓഫ്
അണ്ടർസ്റ്റാൻഡിങ്, ക്രിസ്തുവിനെക്കുറിച്ചും അവിടുത്തെ വചനത്തെക്കുറിച്ചുമുള്ള അണ്ടർസ്റ്റാൻഡിങ്, ധാരണ, പരിജ്ഞാനം. ലോകജ്ഞാനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ക്രിസ്തുവിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവ്, പരിജ്ഞാനം നമ്മിലേക്ക് സ്വർഗത്തെ കൊണ്ടുവരും. ഒന്നുകൂടി പറയാം: ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള കൂടുതൽ പരിജ്ഞാനവും അറിവും നമ്മിലേക്ക് സ്വർഗത്തെ കൊണ്ടുവരും. കൊളോസിയിലെ എല്ലാ ക്രിസ്തു വിശ്വാസികളും ക്രിസ്തു മാർഗത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളവരാകണം. ക്രിസ്തു അവർക്ക് വേണ്ടി ചെയ്തത് എന്താണ് അവർക്ക് ബോധ്യമുണ്ടായിരിക്കണം. ഈ ക്രിസ്തുവിൻ്റെ മഹത്വം എന്താണ് അവർ അറിഞ്ഞിരിക്കണം. കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ മഹത്വം അപ്പസ്തോലനായ പൗലോസ് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബോധ്യമില്ലെങ്കിലോ? ക്രിസ്തുവിനെക്കുറിച്ച് വിശ്വാസമുണ്ട്, പക്ഷേ കൂടുതൽ പരിജ്ഞാനമില്ല. ഒരു വിശ്വാസിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആത്മീയ പദവികളെക്കുറിച്ച് ബോധ്യമില്ല. ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു എന്നിൽ വസിക്കുന്നുണ്ട്, അക്കാര്യത്തെക്കുറിച്ചും പൂർണ്ണ ബോധ്യമില്ല. ബോധ്യമില്ലെങ്കിലും വിശ്വാസി തന്നെയാണ്. അപ്പോൾ എന്തു സംഭവിക്കും? ഇതാ, ഒരു മനുഷ്യൻ ഇതുവരെ യാത്ര ചെയ്ത് പരിചയമില്ലാത്ത സ്ഥലത്തിലൂടെ പോവുകയാണ്. വഴി അറിഞ്ഞുകൂടാ. ഒരാളോട് വഴി ചോദിച്ചു. ഈ വഴി ചോദിച്ച വ്യക്തി തെറ്റായ വഴിയാണ് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ അബദ്ധത്തിൽ ചാടി. എന്നാൽ മറ്റൊരു സഹോദരൻ അദ്ദേഹത്തിന് താൻ യാത്ര ചെയ്യേണ്ട വഴിയെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട്. ഒരു മനുഷ്യൻ വന്ന് പറയുകയാണ് ഇദ്ദേഹത്തോട് മനഃപൂർവ്വം വഴി തെറ്റിക്കുവാൻ: ഈ വഴിയിലൂടെ പോയാൽ അങ്ങോട്ട് എത്തില്ല, ഇടത്ത് കാണുന്ന വഴിയിലൂടെ പോകും. അപ്പോൾ സഹോദരൻ പറഞ്ഞു: ഇല്ല സഹോദര, എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നും അങ്ങോട്ടുള്ള വഴിയുടെ കൃത്യമായ രേഖ എൻ്റെ പക്കലുണ്ട്. എനിക്ക് വഴി തെറ്റിയിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഗൂഗിൾ മാപ്പുണ്ട്. പലരും അത് നോക്കി കൃത്യമായി വഴി തെറ്റാതെ ലക്ഷ്യസ്ഥാനത്ത് എത്താറുണ്ട്. എന്നാൽ അതിനേക്കാളും ഗൂഗിൾ മാപ്പ് തരുന്ന ബോധ്യത്തെക്കാളും ശക്തമായ ബോധ്യമാണ് ഒരു വിശ്വാസിക്ക് ക്രിസ്തുവിനെക്കുറിച്ചും താൻ എത്തിച്ചേരേണ്ട ഡെസ്റ്റിനേഷനെക്കുറിച്ചും ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ളൊരു വിശ്വാസി പൂർണ്ണ സമ്പത്ത് പ്രാപിച്ചവനാണ്. അങ്ങനെയുള്ളൊരു വിശ്വാസി, ഈ പൂർണ്ണ ബോധ്യം കിട്ടിയ വിശ്വാസി, ഒരിക്കലും ദുരുപദേശങ്ങളുടെ കൊടുങ്കാറ്റിനാൽ ആടി ഉലയുകയില്ല. അപ്പസ്തോലനായ പൗലോസ് ഈ കൊളോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ ഇനി താഴെ നാം അങ്ങോട്ട് വരാൻ പോകുന്നേയുള്ളൂ, ചില ദുരുപദേശകന്മാരുടെ ദുരുപദേശത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. അവയാൽ സ്വാധീനിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഈ ബോധ്യം ഉണ്ടായിരിക്കണം. ഏത് ബോധ്യം? ഈ രഹസ്യത്തിൻ്റെ മഹത്വം സ്നേഹത്താൽ പരസ്പര ബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവും. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു അല്പം അറിവല്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്തൃമേശയിൽ പങ്കെടുക്കുന്നു, ചർച്ചിൽ നിന്ന് പിന്നെ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. എല്ലാ ആഴ്ചയും സങ്കീർത്തനം വായിക്കുന്നു, പോകുന്നു, പിന്നെ സ്തോത്ര കാഴ്ചയും സംഭാവനയും, പിന്നെ കാര്യമായിട്ടൊന്നും അവിടെ നടക്കുന്നില്ല, വചനം കിട്ടുന്നില്ല. അപ്പോൾ വിശ്വാസികൾ വഴിതെറ്റും. ഇവിടെ ഇതാ, സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ABCD ജ്ഞാനമല്ല, ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവും. അത് ലഭിച്ച ഒരു വിശ്വാസിയാണ് ഇവിടെ ഈ പൂർണ്ണ സമ്പത്ത് സ്വന്തമാക്കിയ വിശ്വാസി. ആൻഡ് അറ്റൈനിങ് ടു ഓൾ ദ വെൽത്ത് ദാറ്റ് കംസ് ഫ്രം ദ ഫുൾ അഷുറൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾ അത് പരിശോധിച്ചറിയണം. മനുഷ്യൻ്റെ വ്യാഖ്യാനങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. വിശ്വസിക്കാതിരിക്കണമെങ്കിൽ, വഴിതെറ്റാതിരിക്കണമെങ്കിൽ ഈ പൂർണ്ണ ബോധ്യം
സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവും ഇതുണ്ടെങ്കിൽ ആർക്കും നമ്മളെ വഴിതെറ്റിക്കാൻ സാധിക്കുകയില്ല. സിസ്റ്റർ കൊളോസ്യ ലേഖനം 2:6-7 വാക്യങ്ങളൊന്ന് വായിക്കാം. കൊളോസ്യ 2:6-7. കൊളോസ്യർ 2:6. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കുന്നു. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറപ്പും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുവിൻ. കൊളോസ്യ ലേഖനം 2:6-7. ഇനി ഈ പൂർണ്ണ ബോധ്യം, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം, അതിൽ ഉറപ്പ് ലഭിക്കുന്നതിന് താഴെ പറയുന്നുണ്ട്. കൊളോസ്യ 2:6 തൊട്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. ഇങ്ങനെ നമുക്ക് സാധിച്ചാൽ നമ്മൾ ഈ സകല സമ്പത്തും സ്വന്തമാക്കിയ വിശ്വാസികളുടെ ഗണത്തിൽപ്പെടും. കർത്താവായ യേശു ക്രിസ്തുവിനെ, കൊളോസ്യർ 2:6-7 വരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. ഈ ഉറപ്പ് കിട്ടിയാൽ അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും പിന്നെ സ്തോത്രം പറയാൻ മടിച്ച് വായ പൂട്ടിയിരിക്കേണ്ട കാര്യമില്ല. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. ഇപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് സമയം കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകാം. എല്ലാവരും 5 മിനിറ്റ് സമയം സ്തോത്രം സ്തുതി അർപ്പിക്കാം. എന്നിട്ട് വീണ്ടും വചനത്തിലേക്ക് നമുക്ക് വരാം. എല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കാം. ഹാലേലുയ, ദൈവത്തിന് സ്തോത്രം. ഹാലേലുയ. കർത്താവേ, ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ മരണം ഹല്ലേലൂയ. കർത്താവേ കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന പൂർണ്ണ ബോധത്തിനായിട്ട് സ്തോത്രം. അവനിൽ വേരുറപ്പിക്കപ്പെട്ട് ഞങ്ങളെ പടുതുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ ഒന്നിലും പതറാതെ കർത്താവേ ഉറച്ചു നിൽക്കുവാൻ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. മഹത്വവും സ്തോത്രവും സ്തുതിയും എല്ലാം സ്വീകരിക്കുന്നു. യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ പരിശുദ്ധാത്മാവിനായിട്ട് സ്തോത്രം, അവിടുന്ന് തരുന്ന വചനത്തിനായിട്ട് സ്തോത്രം, അവിടുന്ന് തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം, അവിടുന്ന് തരുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കായിട്ട് സ്തോത്രം, എല്ലാ നന്മയ്ക്കാക്കി അങ്ങ് തീർച്ചയായിട്ട് സ്തോത്രം, അവിടുന്ന് സൗഖ്യത്തിനായിട്ട് സ്തോത്രം, കർത്താവിന്റെ സമാധാനത്തിനായിട്ട് സ്തോത്രം, കർത്താവിന്റെ എല്ലാ നന്മ ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. മനമേ യഹോവയെ വാഴ്ത്തുക. സ്തോത്രം കർത്താവേ, അങ്ങ് തന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്നു. അങ്ങ് തന്നെ ഞങ്ങൾക്ക് വചനം ഞങ്ങളെ അറിയാത്ത പോഷന്മാരായി ഞങ്ങളെ അത് കൈപിടിച്ച് നടത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇപ്പോഴും അങ്ങേക്ക്
ആഗ്രഹപ്പെല്ലാം ക്ഷമിച്ചിരുന്ന ദൈവമേ സ്തോത്രം കർത്താവേ. സഹിഷ്ണുതയ്ക്കായി സ്തോത്രം കർത്താവേ. ആ മഹത്വത്തിന്റെ ശക്തിക്കായി പരിശുദ്ധായി സ്തോത്രം. പരിശുദ്ധാത്മാവിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾ ഭാഷ വചനത്തിനായി സ്തോത്രം. ഈ വചനം ജീവനാക്കി തീർക്കുന്ന ദൈവത്തിന് സ്തോത്രം കർത്താവേ. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ പറയുമ്പോ കർത്താവേ ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യനായവനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾ ഓരോ ദിവസവും കൈപിടിച്ച് നടത്തുന്നു. ഭുജത്തിലെടുത്ത് നടത്തുന്ന കർത്താവിന് സ്തോത്രം. ക്ഷീണമുള്ളവയെ പതുക്കെ നടത്തുന്ന കർത്താവിന് സ്തോത്രം. ഞങ്ങളുടെ ബലഹീനതകളും കഴിവുകളും ഒക്കെ മനസ്സിലാക്കി ഞങ്ങളോട് ആരിയിൽ ഇടപെടുന്ന കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് അബദ്ധങ്ങൾ കാണിച്ചിട്ടും ഞങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്ന കർത്താവിന് സ്തോത്രം. കേടുകളും ദുശാഠ്യങ്ങളൊക്കെ നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചു നടത്തുന്നു. അവിടുത്തെ മഹാദയക്കായി ദൈവത്തിന് സ്തോത്രം. നീ പരിശുദ്ധൻ, സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. സ്നേഹത്താൽ പരസ്പര ബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. That their hearts may be encouraged, having been knit together in love, and attaining to all the wealth that comes from the full assurance of understanding, resulting in a true knowledge of God's mystery, that is, Christ Himself. പൂർണ്ണ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഫിലിപ്പിയ ലേഖനം 3:8. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. പൗലോസ് യേശുവിനെ അറിഞ്ഞ വ്യക്തിയാണ്, വിശ്വസിച്ചു, രക്ഷ പ്രാപിച്ചു. പക്ഷേ പൗലോസ് പറയുന്നത് എനിക്ക് ഇനിയും കൂടുതൽ അവനെ അറിയണം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ ഈ ലോകത്തിലെ സകല നിക്ഷേപങ്ങളെക്കാളും മുത്തുകളെക്കാളും പൊന്നിനേക്കാളും വെള്ളിയേക്കാളും ഉയർന്ന ജോലിയേക്കാളും സ്ഥാനമാനങ്ങളെക്കാളും ശാരീരിക ആരോഗ്യത്തെക്കാളും സൗന്ദര്യത്തെക്കാളും ഒക്കെ വിലയുള്ളത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ ഈ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം, അതിൻ്റെ വില അത് പ്രഷ്യസ് ആണ്, മാനുഷികമായി കണക്കാക്കാൻ പറ്റില്ല. ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയാം. അത് മനസ്സിലായാൽ മാത്രമാണ് ഈ ലോകത്തിൽ ലോകക്കാർ വലിയ സ്ഥാനം കൊടുക്കുന്ന പണം, സ്ഥാനം, പദവികൾ ഇത് ചപ്പും ചവറായിട്ട് എണ്ണുവാൻ കഴിയുന്നത്. പൗലോസ് പറയുന്നത്, നിങ്ങൾ
പൂർണ്ണ സമ്പത്തും സ്വന്തമാക്കണം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആ പരിജ്ഞാനത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ അതുവഴി നിങ്ങൾ ഈ സർവ്വസമ്പത്തിൻ്റെയും ഉടമകളാകും. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനമാണ് ഈ പൂർണ്ണ സമ്പത്ത് നിങ്ങൾക്ക് ഏകുന്നത്. അത് നിങ്ങൾക്ക് ലഭിച്ചാൽ പിന്നീട് നിങ്ങൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങളല്ല അന്വേഷിക്കുക. നിങ്ങളപ്പോൾ തീർച്ചയായും ഭൂമിയിലുള്ള കാര്യങ്ങളല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കും. ഇതാണ് പൗലോസിൽ സംഭവിച്ചത്. അതുവരെ തൻ്റെ മതപാരമ്പര്യത്തിൽ പൗലോസ് അഭിമാനിച്ചു. ഈ ലോകത്തിൽ തനിക്ക് എന്തൊക്കെയോ ഉണ്ടെന്നാണ് കരുതിയത്. പക്ഷേ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം അദ്ദേഹം പറയുന്നത്, ഇതുവരെ ലാഭമായി കരുതിയതൊക്കെ ഞാൻ നഷ്ടമായി, ഛേദമായി എണ്ണുകയാണ്. ഇത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം ഒരു വിശ്വാസിക്ക് ലഭിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ്. ഈ ലോകത്തിലെ മറ്റ് മനുഷ്യർ നിക്ഷേപം എന്ന് കരുതുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ നിക്ഷേപമല്ല, അത് ചപ്പും ചവറുമാണ് എന്നുള്ള ബോധ്യം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ ഒരു വിശ്വാസിക്ക് മാത്രമാണ് ഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് തൻ്റെ പല ലേഖനങ്ങളിലും ഈ ദൈവിക പരിജ്ഞാനത്താൽ വിശ്വാസികൾ നിറയണമെന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത ലഭിച്ച വിശ്വാസിയാണ് മഹാസമ്പന്നൻ. ആൻഡ് അറ്റൈനിങ് ടു ഓൾ ദ വെൽത്ത് ദാറ്റ് കംസ് ഫ്രം ദ ഫുൾ അഷുറൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. കൊളോസ്യർ 2 അതിനു മുമ്പ് ഏശയ്യ 53:11 തൻ്റെ കഠിന വേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തനാകും. തൻ്റെ കഠിന വേദനയുടെ ഫലം കണ്ട് അവൻ സംതൃപ്തനാകും. യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനഭാഗമാണ് ഇത്. ഏശയ്യ 53 അതിൻ്റെ 11 വാക്യമാണ് വായിക്കുന്നത്. തൻ്റെ കഠിന വേദനയുടെ ഫലം. ക്രൂശിൽ ക്രിസ്തു ഒരു നിസ്സാര വേദനയല്ല അനുഭവിച്ചത്. തൻ്റെ കഠിന വേദനയുടെ ഫലം കണ്ട് അവൻ സംതൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. ക്രിസ്തുവിലാണ് എല്ലാ ജ്ഞാനവും നിറഞ്ഞിരിക്കുന്നത്. ഈ കൊളോസ്യ ലേഖനം അക്കാര്യം പറയുന്നുണ്ട്. ഇവിടെ യെശയ്യാ പ്രവാചകനും പറയുന്നത്, നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. കൊളോസ്യ ലേഖനത്തിൽ കൊളോസ്യ ലേഖനം 2:9 ഒരാൾക്കൊന്ന് വായിക്കാമോ? കൊളോസ്യ 2:9. ഓക്കെ. ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. സത്യവേദ പുസ്തകത്തിൽ ഒരാൾക്ക് വായിക്കാം. കൊളോസ്യ 2:9. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി മൂർത്തീഭവിച്ചിരിക്കുന്നത്. ക്രിസ്തുവാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, നീതിമാനായ എൻ്റെ ദാസൻ, പിതാവായ ദൈവത്തിൻ്റെ ദാസൻ യേശു ക്രിസ്തു, നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ, യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിലുള്ള പരിജ്ഞാനം, ആ പരിജ്ഞാനമാണ് വിശ്വാസികൾ പ്രാപിക്കേണ്ടത്. ഈ പരിജ്ഞാനം നമ്മളെ പഠിപ്പിച്ചു തരുന്നതും ക്രിസ്തു തന്നെയാണ്. നല്ല ഗുരുവായ ക്രിസ്തു തന്നെയാണ് തന്നിലുള്ള ജ്ഞാനം നമ്മിലേക്ക് പകരുന്നത്. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. 2 പത്രോസ് 1:3 വായിക്കുന്നു. 2 പത്രോസ് 1:3. തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. പത്രോസും ഈ ദൈവിക പരിജ്ഞാനം വിശ്വാസികൾക്ക് ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകത പറയുന്നുണ്ട്. 2 പത്രോസ് 1:3. തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ.
നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച ക്രിസ്തുവിനെ കുറിച്ച് ഒരു ഭാഗികമായ അറിവ് ലഭിച്ചാൽ പോരാ. പൗലോസ് അത് തന്നെയാണ് പറയുന്നത്, പത്രോസ് അത് തന്നെ പറയുന്നു. നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ, ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പൂർണ്ണമായ അറിവാണ് വിശ്വാസിയുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത്. കൊളോസ്യ ലേഖനം 2:2 നാം വായിക്കുന്ന വാക്യം വീണ്ടും വായിക്കുന്നു. സ്നേഹത്താൽ പരസ്പര ബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഭാഗികമായൊരു അറിവ് ലഭിച്ചാൽ പോരാ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവ് വിശ്വാസികൾക്ക് ലഭിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പോരാട്ടം നടത്തുന്നത്. അതാണ് പൗലോസ് പറയുന്നത്. ഒരു പാസ്റ്റർ, സഭയിലെ ശുശ്രൂഷകൻ, ഇതിനായിട്ട് ഒരു അധ്വാനം. എൻ്റെ ചർച്ചിലെ വിശ്വാസികൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവ് അതുകൊണ്ട് നിറയണം. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ പ്രബോധനം 4 സുവിശേഷങ്ങൾ ചർച്ചിൽ പലപ്പോഴും പഠിപ്പിക്കുന്നേയില്ല. അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ, ലേഖനങ്ങൾ പഠിപ്പിക്കുന്നേയില്ല. പിന്നെ പഠിപ്പിക്കുന്നത് സങ്കീർത്തനങ്ങൾ മാത്രം. പിന്നെ വിശ്വാസികൾക്ക് എങ്ങനെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം അറിവും ഉണ്ടാകും? പിന്നെ ഈ പൂർണ്ണ ബോധ്യം അറിവും അതുവഴിയുള്ള ഉത്തമ സമ്പത്തിൻ്റെ അവകാശികളാകുവാൻ വിശ്വാസികൾക്ക് എങ്ങനെ സാധിക്കും? കൊളോസ്യ 2:2 റിസൾട്ടിങ് ഇൻ എ ട്രൂ നോളജ് ഓഫ് ഗോഡ്സ് മിസ്റ്ററി. റിസൾട്ടിങ് ഇൻ എ ട്രൂ നോളജ് ഓഫ് ഗോഡ്സ് മിസ്റ്ററി. ഓക്കെ, ഇന്ന് റീന സിസ്റ്ററും ജോയ് ബ്രദറും അവർ കൊളോസ്യ ലേഖനം പല ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പൂർണ്ണമായിട്ടും പറ്റിയിട്ടില്ല. അവർ ഗ്രഹിച്ച ചില കാര്യങ്ങൾ നമ്മോട് ഷെയർ ചെയ്യും. നേരം വൈകിയതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, നമ്മൾ സൂം മീറ്റിങ്ങിലാണല്ലോ, ഇരുന്ന് കേൾക്കാം, വീട്ടിലാണല്ലോ. രണ്ടുപേരെയും സമയം പോയി എന്ന് വിചാരിച്ച് ചുരുക്കണ്ട. നിങ്ങൾ പറയാനായിട്ട് ഒരുങ്ങി വന്ന കാര്യങ്ങൾ രണ്ടുപേർക്കും പറയാനുള്ള സമയമുണ്ട്, പറയാം. സാധിക്കുകയാണെങ്കിൽ വീഡിയോ ഓൺ ആക്കണം കേട്ടോ. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ. ഈ 1-ാം അധ്യായത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വചനം ഇതാണ് 21:27. ഞാൻ ആ POC ബൈബിളിൽ നിന്നാണ് വായിക്കുന്നത്. ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. അപ്പോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു വചനം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലുണ്ട് എന്ന് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ആ ബോധ്യം എന്നെ ഭരിക്കുകയാണെങ്കിൽ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ക്ലാസ് വളരെ ഗുണം ചെയ്തു. ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ വചനം വായിക്കുമ്പോഴൊക്കെ ഞങ്ങളിൽ തന്നെ കാണാൻ, ഈ സത്യവേദ പുസ്തകത്തിലെ ആ മർമ്മ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഇങ്ങനെ ക്രിസ്തു എന്നില് ഉണ്ട് എന്നുള്ള ബോധ്യം എന്നെ ഭരിക്കും തോറും എനിക്ക് കൂടുതൽ മറ്റുള്ളവരോടുള്ള ദയയും സ്നേഹവും വിശ്വാസവും ഒക്കെ കരുതലൊക്കെ വർദ്ധിക്കും. ഇതിലെ 1-ാം അധ്യായത്തിലെ 4-ാം വാക്യം ഇങ്ങനെ പറഞ്ഞ, സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട്. അപ്പൊ അവിടെ കൊളോസ്യ വിശ്വാസികളിലെ ഈ മറ്റുള്ളവരോടുള്ള സ്നേഹം, എന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് സ്നേഹം കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ്. അവര് വളരെ, ഇപ്പോ ബ്രദർ പറയാറുണ്ട്, വളരെ ബിസി ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ ആ മീറ്റിങ്ങിന് വരുന്നു, ആ മീറ്റിംഗ് കഴിഞ്ഞു ഉടനെ പോയി. അതുപോലെയുള്ള ഒട്ടനവധി വിശ്വാസ കോളങ്ങളിൽ കാണാനുണ്ട്. എന്നാൽ നമ്മളില് എന്നെ കൂടുതൽ ഭരിച്ചത് ഇതാണ്. ഞാൻ പലപ്പോഴും കഴിഞ്ഞ മീറ്റിങ്ങിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ആദ്യമുള്ള വന്ന തീക്ഷ്ണതയിലെ, അല്ലെങ്കിൽ അവസാനമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കർത്താവിനോട് ചേർന്ന് ജീവിക്കാനായിട്ട്, അവസാന കാലഘട്ടം വരുമ്പോൾ കൂടുതൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കണം എന്നുള്ള ആഗ്രഹം. അത് നമ്മൾ എന്നെ സംബന്ധിച്ച് വന്ന കാലഘട്ടത്തില് തീക്ഷ്ണത കൂടുതലാണ്. പക്ഷെ ആ തീക്ഷ്ണതയില് കൂടുതൽ സത്യങ്ങൾ അറിഞ്ഞ് നമ്മൾ ക്രിസ്തുവിന്റെ ആ സ്വഭാവത്തിൽ വളരാനായിട്ട്,
അതുപോലെ തന്നെ 6-ാം വാക്യത്തിൽ ലാസ്റ്റ് പറയേണ്ടത് ഫലം കായ്ച്ചു വർദ്ധിച്ചു വരുന്നു എന്നുള്ളത്. നമ്മളുടെ ഈ ഫലം കായ്ക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തില് 15-ാം അധ്യായത്തില് 8-ാം വാക്യം ഇങ്ങനെ പറയണേ, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. അപ്പൊ ഫലം കായ്ക്കുന്ന ആ പ്രവണത, ആ പ്രവൃത്തി എന്നിൽ വർദ്ധിച്ചു വരണമെങ്കിൽ വചനം ധ്യാനിക്കുവാനും കൂടുതൽ വചനത്തിൽ ആഴമായി ആ സത്യങ്ങൾ കേട്ട് ആ വചനത്തിലൂടെയുള്ള ഒരു ജീവിതം നയിക്കുവാനും ഞാൻ കൂടുതൽ കർത്താവിനോട് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതത്തിലും എനിക്ക് എന്നെ തന്നെ കാണാൻ, അതുപോലെ എന്നെ തന്നെ കാണുമ്പോൾ ക്രിസ്തു എന്നിലുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ അധിഷ്ഠിതനായിട്ടുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിക്കണേ. അപ്പോ എന്നിലുള്ള ഒത്തിരി മാറ്റങ്ങള്, പഴയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മുൻകോപവും മറ്റുള്ള ഒരു രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു. പക്ഷെ അതൊന്നെല്ലാം മാറി കൂടുതൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ, ക്രിസ്തുവിന്റെ ആ സ്വഭാവത്തിൽ വളരാൻ എന്നൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നു. തുടർന്നുള്ള ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലവർക്കും ദൈവമക്കള് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് ഇങ്ങനെ വചനം. ബ്രദറും സംസാരിക്കുമ്പോഴും വളരെ ഡീപ്പായിട്ടാണ് മറ്റ് വചനത്തിൽ നിന്ന് മാത്രം ആ കാര്യങ്ങൾ കേൾക്കുവാനും എങ്ങനെ വളരണം എന്നുള്ള പലപ്പോഴും ഇന്നും ബ്രദർ പറയണ്ടായി, പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കഥകളോ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന, പക്ഷെ ഈ ലേഖന ഭാഗങ്ങളിലും അതുപോലെ സുവിശേഷ ഭാഗങ്ങളൊക്കെ ക്രിസ്തുവിന്റെ ആ സ്വഭാവം നമ്മളിൽ വളരുമ്പോൾ നമുക്ക് നമ്മള് വീട്ടിലും അതുപോലെ തന്നെ നമ്മള് സ്വദേശത്തും അതുപോലെ സ്ഥാപനങ്ങളിലൊക്കെ നമ്മളുടെ ആ സ്വഭാവം നമുക്ക് വളരാൻ സാധിക്കും. ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ വളരാന് ഞാൻ പൂർണ്ണമായിട്ട് ആയിട്ടല്ല ഞാൻ പറഞ്ഞ, അതാണ് എന്റെ ആഗ്രഹം. കൂടുതല് ദൈവമക്കളും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ ബ്രദറിനെ കർത്താവ് തന്റെ ഹൃദയത്തെ സ്വാധീനിച്ച വാക്യം കൊളോസ്യ 1:27 ഷെയർ ചെയ്തു. ഇനി റീന സിസ്റ്റർ പറഞ്ഞു. കൊലോസ്യർ ലേഖനം ഞാൻ ഒന്നും കൂടി ശരിക്കും പൂർണ്ണമായിട്ടും ഈ കാര്യങ്ങള് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ കൂടി കുറച്ച് കാര്യങ്ങൾ ഗ്രഹിച്ചപ്പോഴ് ഇതിലെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ പ്രത്യാശ, അത് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ പ്രത്യാശയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അക്ഷയവും ബ്രദർ നേരത്തെ പറഞ്ഞതുപോലെ അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായിട്ടുള്ള ആ ഒരു കാര്യമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അത്രയും വിലയേറിയതാണ് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്ന് ദൈവം വീണ്ടെടുത്തത്. നമ്മൾ ഓരോരുത്തരെയും ദൈവം വീണ്ടെടുത്തത് അങ്ങനെയാന്നുള്ള ആ ഒരു ബോധ്യം. അപ്പൊ അത്രയ്ക്കും അത് ആ വില, എത്രയും വിലയേറിയൊരു കാര്യമാണ് ദൈവം എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഞാൻ എത്രമാത്രം ആ കർത്താവിനെ ഈ ഇതില് പറഞ്ഞ പോലെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതികൂലമായ അവസ്ഥ വന്നാലും അവിടെ ഇതിൽ പറഞ്ഞ പോലെ കുലുങ്ങാത്തവരായി നിൽക്കാനും കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ള ആ ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചു. അതേപോലെ കർത്താവിന്റെ വഴികളിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ദൈവ മക്കളോടുള്ള ഒരു സ്നേഹം, ഓരോ ദിവസവും നമ്മൾക്ക് ആ കർത്താവിന്റെ ആ സ്നേഹം നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആരോടും കയ്പില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുവാനും, ദൈവമക്കളെ നമ്മുടെ കൂട്ടു സഹോദരങ്ങളോടുള്ള സ്നേഹം, ഒരിക്കലും ആ തിരിച്ചു പ്രതീക്ഷിക്കാത്ത സ്നേഹം, അവരെ നമ്മളെ സ്നേഹിച്ചിട്ട് സ്നേഹിക്കാതെ തിരിച്ച് പ്രതീക്ഷിക്കാതെ നമുക്ക് ആ ദൈവത്തിന്റെ സ്നേഹം അവരിൽ പകരപ്പെടാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയും. അതുപോലെ നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ ബ്രദർ നേരത്തെ പറഞ്ഞതുപോലെ ഉത്സാഹിപ്പിക്കുക, അവർക്ക് ഒരു ഉത്സാഹപരമായ കാര്യങ്ങള്, ഒരു എന്താ പറയാ, ഒരു പ്രചോദനം കൊടുക്കുന്ന വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരിക. യശയാവില് പറഞ്ഞതുപോലെ നമുക്ക് ആ ശിഷ്യന്മാരുടെ മറ്റുള്ളവരെ വാക്കുകൊണ്ട് താങ്ങാനായിട്ട് നമുക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം, മറ്റുള്ളവർക്ക് ഉത്സാഹം കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മളിൽ നിന്ന് വരുവാനായിട്ട്
ഇടവരണം. അതുപോലെ നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാം വണ്ണം നടന്നു. പിന്നെ കർത്താവിന് യോഗ്യമായ രീതിയിലായിരിക്കണം നമ്മുടെ നടപ്പ്. അതേപോലെ തന്നെ നമ്മള് ജോയേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഫലം കായ്ക്കുന്നവരായിരിക്കുക. ആ യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വരുമ്പോൾ നമ്മളെ ആക്കി വെച്ച സ്ഥലത്ത്, നമ്മൾ എവിടെയാണോ അവിടെ ആക്കി വെച്ച സ്ഥലത്ത് ഇവരെ ദൈവത്തിന്റെ ആ സ്നേഹം, എന്താ പറയാ, ആ ഒരു സ്നേഹം പകരപ്പെടുക, ദൈവത്തിന്റെ ആ സ്നേഹം മറ്റുള്ളവരിലേക്കും പകരപ്പെടാനായിട്ട് കഴിയും എന്നുള്ള ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചു. അതുപോലെ യേശുക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ തികഞ്ഞവരായി വരണം എന്നുള്ളത്. ആ യേശുക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള ആ അറിവും യേശുക്രിസ്തുവിന്റെ ആ സ്വഭാവവും ഒക്കെ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരും. ആ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് ദോഷ വഴികളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനും, അതുപോലെ മറ്റുള്ളവര് നമ്മളെ എന്തെല്ലാം ചെയ്താലും അവരോട് സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കാര്യം, മറ്റുള്ളവരോട് കരുണയോടും ദയയോടും മനസ്സലിവോടും കൂടി നിൽക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയും. അതേപോലെ തന്നെ ഒരു കാര്യം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുകയാണെങ്കിൽ ജാതികളുടെ ഇടയിൽ നമുക്ക് എപ്പോഴും ആ ദൈവത്തെ ഉയർത്തുവാനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ ഏതു മനുഷ്യനെയും തികഞ്ഞവനായി നിർത്താനായിട്ട് ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ഏതൊരു ഉപദേശം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നാലും അവിടെ നമുക്ക് ക്രിസ്തുവിന്റെ ആ പരിജ്ഞാനത്തില് തികഞ്ഞു വരുവാനായിട്ടും കഴിയും. ആരെല്ലാം നമ്മളെ തെറ്റിക്കാൻ നോക്കിയാലും നമുക്ക് അവിടെ തെറ്റിപ്പോകാനായിട്ടുള്ള സാഹചര്യം വരില്ല. കാരണം നമ്മൾ ക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള അറിവ് നമ്മളെ ഓരോ ദിവസവും കൂടുതലായിട്ട് ആ ക്രിസ്തുവിൽ നിലനിർത്തുവാനായിട്ട് കഴിയുന്നുള്ള ഒരു കാര്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. തോമസ് ബ്രദർ ഇന്ന് പറഞ്ഞ വചനങ്ങള് ഒക്കെ വളരെ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള വചനങ്ങള് ലോകത്തിൻ്റെതായിട്ടുള്ള ഓരോ ലോകത്തിന്റെ ആ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും അതുപോലെ തന്നെ ഉപജീവന ചിന്തകളും അങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ വരുമ്പോ നമ്മുടെ ഈ വചനത്തെ ശരിക്കും അതിന്റെ ആ ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്ത വിധത്തില് ഓരോ ദൈവവചനത്തെ ഞെരുക്കുന്നതായിട്ട് വളരെ അതില് നമുക്ക് ജാഗ്രതയോട് കൂടിയിട്ട് അത് ദൈവത്തിന്റെ ആ വചനത്തെ ഞെരുക്കി കളയാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോ ഇതിൽ നിന്ന് നമുക്ക് ശരിക്കും ഒഴിഞ്ഞിരിക്കാനായിട്ട് കഴിയും. അപ്പൊ പറയുന്ന ഓരോ വചനങ്ങളും വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. കൂടുതലായിട്ട് അതിലേക്ക് ഇരിക്കാനായിട്ട് കഴിയുന്നില്ല. അതാണ് ഒരു വളരെ വിഷമായിട്ടുള്ള ഒരു കാര്യം. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. അവർക്ക് പകല് ജോലിയുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് സൂം മീറ്റിങ്ങിന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. കൂടുതലായിട്ട് രണ്ടുപേരും ജോയ് ബ്രദറും അതുപോലത്തെ റീന സിസ്റ്ററും കർത്താവിന് വേണ്ടി ഫലപ്രദമായിട്ട് ദൈവരാജ ശുശ്രൂഷയിൽ വ്യാപൃതരാകുവാൻ ദൈവം സഹായിക്കട്ടെ. ദാനമായി കൊടുത്തിരിക്കുന്ന മക്കളും ആത്മീയരായിട്ട് അവരായിരിക്കുന്നിടത്ത് കർത്താവ് നിലനിർത്തുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സെബാസ്റ്റ്യൻ ബ്രദർ ലൈനുണ്ടല്ലോ, പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നും കർത്താവേ ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഗണിദാസനായ പൗലോസ് എഴുതിയ കൊലോസ്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം തുടങ്ങുവാനായിട്ട് കർത്താവ് കുറിപ്പ് ചെയ്തല്ലോ. ദൈവമേ, ക്രിസ്തു എന്ന അങ്ങയുടെ പുത്രനെ കുറിച്ചുള്ള ആ മർമ്മം, അതിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം ദൈവമക്കൾ സ്നേഹത്തിൽ ഒന്നായിട്ട് സഭയിലുള്ള എല്ലാവർക്കും വലിയ ആശ്വാസം ഉണ്ടാകുവാൻ പൗലോസ് എത്രമാത്രം ആഗ്രഹിക്കുന്നു, എത്രമാത്രം അധ്വാനിക്കുന്നു എന്ന് ആ ലേഖനത്തിലൂടെ ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചുവല്ലോ. അതുപോലെ തന്നെ ഇക്കാലത്തും അങ്ങയുടെ മക്കൾ ഓരോരുത്തരും ക്രിസ്തുവിനെ വേരൂന്നി ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നടന്ന് ആത്മീയവർദ്ധനം പ്രാപിച്ച് വിശ്വാസത്തിൽ ഉറച്ച് സ്തോത്രത്തിൽ എപ്പോഴും ജാഗരിച്ച് അങ്ങനെ ദൈവസഭകളിൽ വലിയ സന്തോഷവും ആശ്വാസവും സമാധാനവും ഒക്കെ ഉണ്ടാകുവാനായിട്ട് കർത്താവെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കർത്താവെ സഭ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാക്കി മാറ്റുവാനായിട്ട് പിതാവെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടും കൂടി ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവകൃപയാൽ ശരി. ജോയ് ബ്രദറെ എന്തായാലും ജോയിൻ ചെയ്യാൻ പറ്റിയല്ലോ, സമയമൊക്കെ കിട്ടിയല്ലോ. ഓക്കെ ബ്രദർ. സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നീചനാമെന്നെ നടത്തുന്നു ഉത്തുംഗ ശൃംഗത്തെ ഉയരങ്ങളോ